വി ഗിരി, വാഞ്ചു, ജ്യോതി വെങ്കടാചലം തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരെ ഈ നിരയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതുവരെ കേരളത്തിൽ വന്ന ഗവർണർമാരിൽ ഇതുപോലെ ചീഞ്ഞു നാറിയ ഒരു ഗവർണറെ, ഒരു ചാൻസലറെ ഈ കേരളം കണ്ടിട്ടില്ല. ഒരു ഫാസിസ്റ്റ് ഓർഗനൈസേഷനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സാധാരണ നിലയിൽ ലേശം പ്രയാസമുള്ളതാണെങ്കിലും അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് RSS സംഘപരിവാർ BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഈ ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള ചില വെല്ലുവിളികൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു വേള സ്പീക്കറുടെ ഭാഗത്തു നിന്നും നമ്മൾ ഇടയ്ക്ക് കണ്ടത്. ഇതാണതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒപ്പീനിയൻ നിയമ തടസ്സമില്ല എന്നുള്ളതാണ്. അത് മാത്രമേ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റൂ. നിയമ തടസ്സം ഉണ്ടായിരുന്നില്ല. പിന്നീട് നിയമിക്കണോ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ഗവർണറാണ്. ഗവർണർ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതിനെതിരായി ബാഹ്യപ്രേരണ കൊണ്ടാണ് എന്നൊരു അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ സുപ്രീം കോടതി ഇങ്ങനെയുള്ളൊരു നിഗമനത്തിൽ എത്താൻ സുപ്രീം കോടതിക്ക് കഴിയും. ഇത്രയും ഏബിളായിട്ടുള്ള കുട്ടികളെ ഒഴിവാക്കുക. സ്പോർട്സ് രംഗത്ത് ഒരു കൊലയാളിയുടെ ഭാര്യ അർഹതപ്പെട്ടതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, കൊടുക്കാം. SFIക്കാരെ കൊലപ്പെടുത്താൻ വേണ്ടി വീട്ടിൽ കയറിയ RSSകാരെ തടയാൻ ശ്രമിച്ച രക്ഷിതാവിനെ കൊന്ന കേസിലെ 1-ാം പ്രതി ജീവപര്യന്തം തടവിന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുകയായിരുന്നു. ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സെനറ്റിലേക്ക് എടുക്കുകയാണ്. സ്പോർട്സ് കാറ്റഗറിയിൽ അതിനേക്കാളും അപ്പുറം ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ അതിലുണ്ട്. അപ്പം നിർലജ്ജമായ ഈ ഡിസ്ക്രിമിനേഷൻ, വിവേചന അധികാരം ആരംഗീകരിക്കുക? എല്ലാ ഗവർണർമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഗവർണർമാർക്കും ഇവിടെ കരിങ്കൊടി കാട്ടിയിട്ടില്ലേ? EMSന് കാട്ടിയിട്ടില്ലേ? നായനാർക്ക് കാട്ടിയിട്ടില്ലേ? SFIക്കാർ കാട്ടിയിട്ടുണ്ട് ഭരിക്കുന്ന സമയത്ത്, LDF ഭരിക്കുന്ന സമയത്ത്. കാറിൽ നിന്നിറങ്ങി ഗുണ്ടകൾ, ഇംഗ്ലീഷിൽ ചീത്ത പറയാൻ പറ്റുന്ന ഏതൊക്കെ വാക്കുകളുണ്ടോ അതൊക്കെ ഉപയോഗിക്കുക. ഇഡിയറ്റ്, മൊറോൺസ്, ക്രിമിനൽസ്. എന്നിട്ട് പോലീസിനോട് പറയുക IPC 124 പ്രകാരം കേസെടുക്കണമെന്ന്. എന്തധികാരം? അന്വേഷണ ഏജൻസിയല്ലേ ഏത് സെക്ഷൻ വെക്കണമെന്ന് തീരുമാനിക്കേണ്ടത്? ഗവർണറാണോ? അദ്ദേഹം നേരെ തിരിച്ചു വരുന്നത് ഇന്ന് കോഴിക്കോട് മറ്റൊരു RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ്. ആ പരിപാടി സംഘടിപ്പിക്കുന്നത് സനാതന ധർമ്മപീഠം, ഭാരതീയ വിചാര കേന്ദ്രം. പങ്കെടുത്തോട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതിന് എന്ത് ഔദ്യോഗിക പരിവേഷമാണ് കൊടുക്കുക? അതിനുവേണ്ടി SFIക്കാരുടെ പ്രകടനമുണ്ട്, പ്രതിഷേധമുണ്ട്. സാർ, യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ താമസിക്കേണ്ട, ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് വെസ്റ്റിലുള്ള ഗസ്റ്റ് ഹൗസ് താമസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ? എന്നാൽ അതൊന്ന് കാണട്ടെ, ഞാനിറങ്ങും. ഗവർണർ പദവിയെയും ആ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഉൽപ്പന്നമായ ചാൻസലർ പദവിയെയും ഭരണഘടനാ വിരുദ്ധമായ രൂപത്തിൽ ഉപയോഗിക്കുന്നു. അത് ഗവർണർ ചെയ്യാൻ പാടില്ല. ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ രോഷം ആളിക്കത്തും. ഈ സന്ദേശമാണ് കേരളത്തിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കേരളത്തിലെ അധ്യാപകരും NGOമാരും പൊതുസമൂഹവും ബഹുമാനപ്പെട്ട ഗവർണറോട് അഭ്യർത്ഥിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളുടെ പരമോന്നത ജനാധിപത്യ വേദികൾ സംഘപരിവാറുകാരെ പിൻവാതിൽ വഴി കയറ്റുന്നതിനുള്ള ഗൂഢനീക്കങ്ങൾക്കെതിരെ ചാൻസലർ പദവിയുടെ അന്തസ്സത്തെ കാത്തുസൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ ജീവനക്കാരും അധ്യാപകരും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന രാജ്ഭവൻ മാർച്ച്. ഈ സൈഡിലെ കസേരകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്.
നാളുകളായി നേടിയെടുത്ത വിദ്യാഭ്യാസ സംസ്കാരം അച്ചു തകർക്കാൻ നോക്കുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു. കേരളമാകെ പ്രതിഷേധം. അധ്യാപകരുടെ ജീവനക്കാരുടെ ഒന്നിച്ചുള്ള ഒരു പ്രതിഷേധം. ചാൻസലർ എന്നൊരു അധികാരം കേരളം നൽകിയ ഔദാര്യം. UPL ഗുജറാത്ത് അല്ല. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. General Secretary, Confederation of University Employees. കേരളത്തിന് വരേണ്ടി വന്നത് നമ്മുടെ അക്കാഡമിക് രംഗത്തിനും ഭരണരംഗത്തിനും വലിയ നാണക്കേട് വരുത്തി വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഗവർണറായിട്ടുള്ള, കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആരംഭിച്ചിട്ടുള്ള നടപടികളാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായതിന് ശേഷം 22 ഗവർണർമാർ വിവിധ ഗവൺമെൻറ്റുകൾക്ക് കീഴിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. ചാൻസലർ എന്നുള്ള നിലയിൽ, ഗവർണർ എന്നുള്ള നിലയിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പി സദാശിവം ഗവർണറായിരുന്നു. NDA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഗവർണറായത്. ആദ്യത്തെ ഗവർണർ രാമകൃഷ്ണ റാവു മുതൽ VV ഗിരി, വാഞ്ചു, ജ്യോതി വെങ്കടാചലം തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരെ ഈ നിരയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതുവരെ കേരളത്തിൽ വന്ന ഗവർണർമാരിൽ ഇതുപോലെ ചീഞ്ഞു നാറിയ ഒരു ഗവർണറെ, ഒരു ചാൻസലറെ ഈ കേരളം കണ്ടിട്ടില്ല. ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലെങ്കിൽ ഒരു യാദൃച്ഛികമായ സംഭവം എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. 2014 NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ കോർപ്പറേറ്റ് വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായി തുടരുന്ന നടപടിയുടെ ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലായാലും അതുപോലെ തന്നെ പഞ്ചാബിലായാലും ഡൽഹിയിലായാലും തെലുങ്കാനയിലായാലും പൊതുവിൽ BJP ഇതര ഗവൺമെൻറ്റുകളുള്ള സ്ഥലങ്ങളിലെല്ലാം ഗവർണർമാർ പൊതുവിൽ കാട്ടുന്ന സമീപനം ഏതാണ്ട് ഒരുപോലെയാണ്. എന്നാൽ അതിൽ നിന്ന് കുറേ കൂടി വ്യത്യസ്തമാണ് കേരള ഗവർണർ കാട്ടുന്ന സമീപനം. ഭരണഘടനയുടെ മൗലിക ഘടനയെ തന്നെ ഒരു ഭാഗം തട്ടിമറിക്കുകയാണ്. മൗലികമായ ഘടന അട്ടിമറിക്കാൻ സാധാരണ നിലയിൽ
പാർലമെൻറ്റിൽ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് സാധിക്കില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം 1973 കേശവാനന്ദ ഭാരതി കേസാണ്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ കേസിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഭരണഘടനയുടെ മൗലിക സ്വഭാവം ഹനിക്കാൻ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് അധികാരമില്ല എന്നുള്ളതാണ് ആ വിധിയുടെ ചുരുക്കം. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതുപോലെ തന്നെ ഭരണഘടനാ ദത്തമായ മൗലിക സ്വഭാവങ്ങളും ഫണ്ടമെൻ്റൽ സ്ട്രക്ചറും അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായ ഫെഡറലിസം, മതനിരപേക്ഷത, തുല്യത, ജുഡീഷ്യറിയുടെ ഓട്ടോണമി ഇതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ ഈ രൂപത്തിൽ വളർന്നു വന്നത്. അതിനെ ഇനി അട്ടിമറിക്കാനുള്ള ഒരേ ഒരു മാർഗം ജുഡീഷ്യറിയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സാധാരണ നിലയിൽ അതിനും ലേശം ബുദ്ധിമുട്ടാണ്. എന്നാലും അതിലേക്കുള്ള നീക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കേശവാനന്ദ ഭാരതി കേസിൻ്റെ ഭരണഘടനാ ബെഞ്ചിൽ 13 ജഡ്ജിമാരാണ് ഉണ്ടായിരുന്നത്. ഇനി ആ വിധിയെ അട്ടിമറിക്കണമെങ്കിൽ ഒരു 15 അംഗ ബെഞ്ച് വേണം. അപ്പോൾ ആ 15 അംഗ ബെഞ്ചിൽ 8 ജഡ്ജിമാരുടെ ഭൂരിപക്ഷം ഉണ്ടായാൽ ഇത് പരിപൂർണമായും അട്ടിമറിക്കപ്പെടും. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. അത് ഒരു ഫാസിസ്റ്റ് ഓർഗനൈസേഷനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സാധാരണ നിലയിൽ ലേശം പ്രയാസമുള്ളതാണെങ്കിലും അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് RSS സംഘപരിവാർ BJP ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഈ ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള ചില വെല്ലുവിളികൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു വേള സ്പീക്കറുടെ ഭാഗത്തു നിന്നും നമ്മൾ ഇടയ്ക്ക് കണ്ടത്. ഇതാണതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അത് രാഷ്ട്രീയമായി നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കുക, നമ്മുടെ രാജ്യത്തെ ഫാസിസത്തിലേക്ക് കൊണ്ടുപോകുക, ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം. രണ്ടാമത് നമ്മുടെ രാജ്യത്തിലെ മതനിരപേക്ഷ ബോധം എന്ന് പറയുന്നത് ശക്തമാണ്. അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. എന്നാൽ ക്രമാനുഗതമായി അതിനെ മാറ്റിയെടുക്കാൻ ആശയരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഇടപെടുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2020 നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രൂപപ്പെട്ടത്. ഒരു വെറുതെ വന്നതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമമുണ്ടാക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അറിയുന്നില്ല, പാർലമെൻറ്റ് അറിയുന്നില്ല, സംസ്ഥാനങ്ങൾ അറിയുന്നില്ല. ഒരു കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ഒരാളെ അതിൻ്റെ ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കവും ഘടനയും അങ്ങനെ തന്നെ അട്ടിമറിക്കുകയാണ്. അത് ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെട്ട വിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നില്ല. ആത്യന്തികമായിട്ടുള്ള ഘടന മതനിരപേക്ഷ ഉള്ളടക്കമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അക്കാദമിക് രംഗം അത് പരിപൂർണമായും ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ ഭാഗമായി RSSൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ്. അതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആത്യന്തിക ലക്ഷ്യം. അപ്പോൾ ഒരു ഭാഗത്ത് NEPയെ ഉപയോഗപ്പെടുത്തുന്നു, മറ്റൊരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വഴിവിട്ട എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നു. ഈ രണ്ട് തലത്തിൽ ഈ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ചെറുത്തുനിൽപ്പുണ്ടാവും. അത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകില്ല. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്താണ് ഉണ്ടാകുക. ആ പ്രതിപക്ഷത്തെ മൂലക്കിരുത്തുക,
അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളൊരു ഏജൻറ്റിനെ ഉപയോഗിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നേ വരെ നമ്മൾ ചരിത്രത്തിൽ കാണാത്ത രൂപത്തിൽ ഗവർണർമാരെ ഈ പണിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അതിൻ്റെ രൂപമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്ത ഒരാളായിരുന്നു ഞാൻ. എത്രയോ തവണ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ എനിക്കന്നറിയാം ജസ്റ്റിസ് സദാശിവന് വിയോജിപ്പുള്ളതായിരുന്നു. പക്ഷെ അത് പുറലോകം അറിഞ്ഞേയില്ല. ഒരു ഘട്ടത്തിൽ തികച്ചും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം നിയമസഭ ഉണ്ടാക്കി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്രതിപക്ഷവും ഭരണകക്ഷിയും യോജിച്ചുകൊണ്ട് നമ്മുടെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെയും കരുണ മെഡിക്കൽ കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര പരീക്ഷയുടെ ഭാഗമായി രൂപപ്പെട്ട റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മാനേജ്മെൻറ്റ് തലത്തിൽ കാശ് വാങ്ങി അല്ലെങ്കിൽ കാശ് വാങ്ങാതെ പല രൂപത്തിലെടുക്കുമല്ലോ അവർ. അങ്ങനെ വരുന്ന ലിസ്റ്റിലുള്ള കുട്ടികളെ എടുക്കാൻ പാടില്ല. അതായത് മാനേജ്മെൻറ്റ് കോട്ടയിൽ വന്ന കുട്ടികളെ എടുക്കാൻ പാടില്ല. മറിച്ച് അവർ മെറിറ്റ് ലിസ്റ്റിലുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കുട്ടികളെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഈ രൂപത്തിലൊരു സുപ്രീം കോടതി വിധി വന്നതിൻ്റെ ഭാഗമായി ഒട്ടേറെ കുട്ടികൾക്ക് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ച കുട്ടികൾക്ക് അത് 2ാം കൊല്ലവും 3ാം കൊല്ലവും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരുടെ പഠനം അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടം വന്ന സമയത്താണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഒരു നിയമം കൊണ്ടുവന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സദാശിവനെ ഞാൻ കണ്ട സമയത്ത് അദ്ദേഹം ഈ നിയമം പാസ്സാക്കിയതിന് ശേഷം കുറച്ച് ദിവസം പിടിച്ചു വെച്ചു. അദ്ദേഹം സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞു, ഞാനിത് ഒപ്പിടാൻ തയ്യാറാണ്, പക്ഷേ ഇത് സുപ്രീം കോടതി നൾ ആൻഡ് വോയിഡായി അസാധുവായി പ്രഖ്യാപിക്കും. എങ്കിൽ പോലും ഞാൻ ഒപ്പിടും. കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിച്ചു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം. നിയമനിർമ്മാണ സഭയ്ക്ക് അതീതനല്ല ഗവർണർ, നിയമവിരുദ്ധമാണെങ്കിൽ പോലും. അത് പറഞ്ഞ ജസ്റ്റിസ് സദാശിവനെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നീട് വന്നത്. സുപ്രീം കോടതി പറഞ്ഞു ഈ നിയമം നിൽക്കില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ അറിയാമായിരുന്നിട്ട് പോലും ഒപ്പിട്ട ഒരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു. നിയമസഭയോടും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനോടും പ്രതിബദ്ധതയുള്ള അക്കൗണ്ടബിലിറ്റിയുള്ള ഒരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നോ ബഹുമാനപ്പെട്ട ഗവർണർ ആദ്യം തന്നെ ഏറ്റുമുട്ടുന്ന ഒരു പ്രകടമായ ഒരു പ്രശ്നം നിങ്ങൾക്കൊക്കെ അറിയാം. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെൻറ് ഒരു പ്രമേയം പാസ്സാക്കി കേന്ദ്രത്തിന് അയച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അതിന് നിങ്ങൾക്കെന്താണ് അധികാരം, എൻ്റെ സമ്മതമില്ലാതെ. ഞാനന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ റൂൾസ് ഓഫ് പ്രൊസീജിയറിലോ അല്ലെങ്കിൽ ഭരണഘടനയിലോ എവിടെയുമില്ല. എന്നാലും ഇതൊരു കീഴ്വഴക്കമല്ലേ എന്നോട് ചോദിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു കീഴ്വഴക്കവും ഇല്ല. ആ പ്രമേയം ഏകകണ്ഠ്യേന പാസ്സാക്കി ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി പൗരത്വ നിയമത്തിനെതിരായി ഏകകണ്ഠ്യേന പ്രമേയം പാസ്സാക്കിയ ഒരു ഗവൺമെൻറ്റിനെ ഇപ്പോഴത്തെ ഗവർണർ അമർഷം രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നത് ഏതാണ്ട് ആ സമയത്ത് ഒരു 500ഓളം ദിവസം നീണ്ടു നിന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരു സ്പെഷ്യൽ അസംബ്ലി വിളിച്ചു ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന്
അദ്ദേഹത്തിന് കത്ത് പോയി. കാരണം ഗവർണറാണല്ലോ സമൻസ് അയക്കേണ്ടത്, അയച്ചില്ല. അപ്പം ഞാനും അതുപോലെ തന്നെ അനിൽകുമാറും CPIയുടെ 2 മന്ത്രിമാരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹം പറഞ്ഞു അത് എമർജൻസിയുടെ അനിവാര്യത എന്താണ് അത് എന്നെ ബോധ്യപ്പെടുത്തണ്ടേ. എമർജൻസിയുടെ അനിവാര്യത എന്ന് പറയുന്നത് എമർജൻസി യോഗം വിളിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ളതാണ്, അല്ലാതെ അത് ഗവർണറെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു കത്തയപ്പിച്ച് ഗവർണർക്ക് കൊടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു യോഗം, ഒരു സ്പെഷ്യൽ യോഗം വിളിച്ച് ചേർത്തത്. അതിലാണ് നമ്മൾ കൃഷിക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള നിയമസഭ ഐകകണ്ഠ്യേന ഒരു പ്രമേയം പാസാക്കിയത്. പിന്നീട് തുടങ്ങുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല തുടക്കം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. ആദ്യം തന്നെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒപ്പിടില്ല നയപ്രഖ്യാപനത്തിൽ. ഈ പ്രഖ്യാപനം വായിക്കാൻ ഞാൻ നിയമസഭയിൽ വരില്ല. അപ്പം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് യോജിപ്പില്ലാത്ത കാര്യം വായിക്കണ്ട, ഇവിടെ സാധാരണ നിലയിൽ അങ്ങനെയാണല്ലോ പ്രസിഡന്റ്, യോജിപ്പുള്ളത് വായിച്ചാൽ മതി. ഇന്നേ കാര്യത്തോട് യോജിപ്പില്ല എന്ന് ഓപ്പണായിട്ട് പറഞ്ഞോളൂ, പ്രശ്നമില്ല. അങ്ങനെ വന്നു അദ്ദേഹം. യോജിപ്പില്ലെങ്കിൽ പോലും ഞാൻ ഇവിടെ ഈ നയപ്രഖ്യാപനം വായിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് ഈ ഗവൺമെൻറ്റിനോടും മുഖ്യമന്ത്രിയോടുമുള്ള പ്രതിബദ്ധത കൊണ്ടാണ്, ഭരണഘടനാപരമായ പ്രതിബദ്ധത കൊണ്ടാണ്. ഇത് പറഞ്ഞിട്ടാണത് തുടങ്ങുന്നത്. അപ്പോഴേക്കും പ്രതിപക്ഷം അദ്ദേഹത്തെ നിയമസഭയിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉപരോധമായിരുന്നു, നിങ്ങൾ ഓർക്കണമെന്ന്. എന്നിട്ട് ആ പ്രതിപക്ഷത്തെ ഒരു ഭാഗത്തിരുത്തിക്കൊണ്ടാണ് ഭരണകക്ഷി MLA-മാർ ഗവർണർക്ക് വരാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് നിയമസഭയിലേക്ക്. പിന്നീട് നമ്മുടെ കണ്ണൂർ VC-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം. കണ്ണൂർ VC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗോപിനാഥ് രവീന്ദ്രനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ്, JNU പ്രൊഡക്റ്റാണ്. MPhilഉം PhD-യും അവിടെ നിന്ന് എടുത്തതാണ്. ഡോക്ടർ ഡിഗ്രി ലണ്ടൻ സ്കൂൾ ഓഫ് സ്ഥാപനത്തിൽ നിന്നാണ് എടുത്തത്. ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ 10-30 കൊല്ലം പഠിപ്പിച്ച ഒരാളാണ്. ഒരു 20ഓളം ലോക ശ്രദ്ധ ആകർഷിച്ച റിസർച്ച് പേപ്പർ അവതരിപ്പിച്ച ഒരാളാണ്. ഒരാളും അദ്ദേഹത്തെ സംബന്ധിച്ച് മോശമായിട്ട് പറയും. അദ്ദേഹത്തിൻ്റെ നിയമനം കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചു, ഡിവിഷൻ ബെഞ്ച് അപ്ഹോൾഡ് ചെയ്തു ആ വിധിയെ. സുപ്രീം കോടതിയിൽ പോയ സമയത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, നിയമത്തിന് യാതൊരു പ്രശ്നവുമില്ല, ക്വാളിഫിക്കേഷന് യാതൊരു പ്രശ്നവുമില്ല, എക്സ്റ്റൻഷൻ കൊടുക്കാൻ നിയമപരമായി ഒരു തടസ്സവുമില്ല, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നിയമനം നടത്തിയ ഗവർണർ തന്നെ പറയുകയാണ് ഇത് ബാഹ്യപ്രേരണയാൽ ഞാൻ നടത്തിയതാണ് എന്ന്. ആ ഒറ്റ കാരണത്താൽ കണ്ണൂർ VC-ക്ക് തുടരാൻ അർഹതയില്ല. ഇതാണ് സുപ്രീം കോടതി വിധിയുടെ ഉള്ളടക്കം. അദ്ദേഹം രാജിവെച്ചു. ബാഹ്യപ്രേരണ എന്ന് പറയുന്നത് എന്താ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട ഗവർണർ കാണുന്നില്ല എന്നൊരു പ്രചരണം വന്ന സമയത്ത് ഗവർണറെ കാണാൻ പോയി. അപ്പോൾ ഗവർണർ ഈ VC-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞു, അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒപ്പീനിയൻ നിയമ തടസ്സമില്ല എന്നുള്ളതാണ്. അത് മാത്രമേ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റൂ. നിയമ തടസ്സം ഉണ്ടായിരുന്നില്ല. പിന്നീട് നിയമിക്കണോ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ഗവർണറാണ്.
ഗവർണർ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതിനെതിരായി ബാഹ്യപ്രേരണ കൊണ്ടാണ് എന്നൊരു അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ സുപ്രീം കോടതി ഇങ്ങനെയുള്ളൊരു നിഗമനത്തിൽ എത്താൻ സുപ്രീം കോടതിക്ക് കഴിയും. പക്ഷേ വി സി എന്തായിരുന്നു, കണ്ണൂർ വി സി എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ മെറിറ്റ് എന്തായിരുന്നു, അത് നമ്മൾ മറക്കരുത്. ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച ഘട്ടത്തിൽ വൈസ് ചാൻസലർമാരായ വി സിമാരായ മിക്ക പേരും, ഡോക്ടർ അനന്തമൂർത്തി മുതൽ നിങ്ങൾ തുടങ്ങുക രാജൻ ഗുരുക്കൾ വരെയുള്ള മിക്ക ആൾക്കാരും ലോകപ്രശസ്തരാണ് ആ മേഖലയിൽ. അവരുടെ കാലഘട്ടത്തിൽ ഹൈസ്കൂളിൽ പോയ, പാരലൽ കോളേജിൽ പോയ, പഞ്ചായത്ത് പ്രസിഡൻ്റായ ആൾക്കാരെ അടക്കം വി സി ആക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അവസാനം നടന്ന സെനറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, സെനറ്റിലേക്ക് അധ്യാപകേതര, വിദ്യാർത്ഥി, സ്പോർട്സ്, വ്യാപാരി, വ്യവസായ മേഖല, ഈ മേഖലയിൽ നിന്ന് എക്സ്പേർട്ടുകളായിട്ടുള്ള കഴിവുള്ള പ്രതിഭകളെ തിരഞ്ഞെടുക്കുന്നതിന് യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേക സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവർണർക്ക് ഓപ്ഷൻ കൊടുക്കത്തക്ക രൂപത്തിൽ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ആ ലിസ്റ്റിൽ നിന്ന് BA പോലും പാസ്സാകാത്ത കുട്ടിയെ ഫസ്റ്റ് ക്ലാസ് പാസ്സായ പ്രതിഭകളായ, യൂണിവേഴ്സിറ്റി പ്രതിഭകളായ കുട്ടികളെ അടക്കം ഒഴിവാക്കുകയാണ്. സ്വാഭാവികമായും ഗവർണർക്ക് ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. ആ ഡിസ്ക്രിഷണറി പവർ, വിവേചന അധികാരം അദ്ദേഹം ഉപയോഗിക്കേണ്ടത് ഒരാധികാരികമായ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ ലിസ്റ്റിൽ നിന്ന് പ്രയോറിറ്റി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറെ നിയമിച്ചത്. നമ്മൾ കൊടുത്ത ലിസ്റ്റിലുള്ളൊരു പേരാണ്, പക്ഷേ മൂന്നാമത്തെ ലിസ്റ്റാണ്. 1, 2 ഒഴിവാക്കി മൂന്നാമത്തെ ലിസ്റ്റാണ് എടുത്ത്. നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ചാർജും കൊടുത്തിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, ഇത്രയും ഏബിളായിട്ടുള്ള കുട്ടികളെ ഒഴിവാക്കുകയാണ്. സ്പോർട്സ് രംഗത്ത് ഒരു കൊലയാളിയുടെ ഭാര്യ അർഹതപ്പെട്ടതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, കൊടുക്കാം. SFIക്കാരെ കൊലപ്പെടുത്താൻ വേണ്ടി വീട്ടിൽ കയറിയ RSSകാരെ തടയാൻ ശ്രമിച്ച രക്ഷിതാവിനെ കൊന്ന കേസിലെ 1-ാം പ്രതി ജീവപര്യന്തം തടവിന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുക. ഇപ്പോൾ ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സെനറ്റിലേക്ക് എടുക്കുകയാണ്. സ്പോർട്സ് കാറ്റഗറിയിൽ അതിനേക്കാളും അപ്പുറം ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ അതിലുണ്ട്. അപ്പം നിർലജ്ജമായ ഈ ഡിസ്ക്രിമിനേഷൻ, വിവേചന അധികാരം ആരും അംഗീകരിക്കുക? ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് SFI കോടതിയിൽ പോയത്. കോടതിയിൽ നിന്ന് SFIക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ടായി. ഇനി മറ്റ് കാറ്റഗറിയിൽ വരാൻ പോകുന്നതും ഏതാണ്ട് ഇതിൻ്റെ തുടർച്ച തന്നെയായിരിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ SFI പ്രഖ്യാപിച്ചു ഗവർണർക്കെതിരായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അവർ പ്രഖ്യാപിച്ചിട്ടാണ് ഈ 12-ാം തീയതി, ഈ കഴിഞ്ഞ 12-ാം തീയതി ഗവർണറെ കരിങ്കൊടി കാട്ടുന്നു. സാധാരണ നിലയിൽ ഒരു ഗവർണർ ചെയ്യുക എന്താ? എല്ലാ ഗവർണർമാർക്കും, മുഖ്യമന്ത്രിമാർക്കും, ഗവർണർമാർക്കും ഇവിടെ കരിങ്കൊടി കാട്ടിയിട്ടില്ലേ? EMSന് കാട്ടിയിട്ടില്ലേ? നായനാർക്ക് കാട്ടിയിട്ടില്ലേ? SFIക്കാർ കാട്ടിയിട്ടുണ്ട് ഭരിക്കുന്ന സമയത്ത്, LDF ഭരിക്കുന്ന സമയത്ത്. കാറിൽ നിന്നിറങ്ങി ഗുണ്ടകൾ, ഇംഗ്ലീഷിൽ ചീത്ത പറയാൻ പറ്റുന്ന ഏതൊക്കെ വാക്കുകളുണ്ടോ അതൊക്കെ ഉപയോഗിക്കുക. ഇഡിയറ്റ്, മൊറോൺസ്, ക്രിമിനൽസ്. എന്നിട്ട് പോലീസിനോട് പറയുക IPC 124 പ്രകാരം കേസെടുക്കണമെന്ന്. എന്തധികാരം? അന്വേഷണ ഏജൻസിയല്ലേ ഏത് സെക്ഷൻ വെക്കണമെന്ന് തീരുമാനിക്കേണ്ടത്? ഗവർണറാണോ? പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധപൂർവം അതിനെ തടഞ്ഞാൽ എടുക്കേണ്ട ഒരു വകുപ്പാണിത്.
ഗവർണർ ഇത് കഴിഞ്ഞ് നേരെ പോയത് എവിടെയാ? RSSൻ്റെ കോൺക്ലേവിൽ പങ്കെടുക്കാനല്ലേ, ഉദ്ഘാടനം ചെയ്യാനല്ലേ? എന്താ ഔദ്യോഗിക പരിപാടി അത്? സാങ്കേതികമായി ഗവർണറായാലും മന്ത്രിമാരായാലും അവർ സത്യപ്രതിജ്ഞ ചെയ്ത് ആ കാലഘട്ടം അവസാനിക്കുന്നത് വരെ അവർ ഉറങ്ങുന്നതായാലും ഭക്ഷണം കഴിക്കുന്നതായാലും യാത്ര ചെയ്യുന്നതായാലും എല്ലാം ഔദ്യോഗികം തന്നെയാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പില്ല. പക്ഷേ RSSൻ്റെ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്ത് ഔദ്യോഗിക പരിവേഷമാണ് അതിനുള്ളത്? ഈ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ശമ്പളമല്ലേ? ഡൽഹിയിൽ വെച്ചും പുലഭ്യം ചീത്ത പറയുകയാണ്. അദ്ദേഹം നേരെ തിരിച്ചു വരുന്നത് ഇന്ന് കോഴിക്കോട് മറ്റൊരു RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ്. ആ പരിപാടി സംഘടിപ്പിക്കുന്നത് സനാതന ധർമ്മപീഠം ഭാരതീയ വിചാര കേന്ദ്രം. പങ്കെടുത്തോട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതിന് എന്ത് ഔദ്യോഗിക പരിവേഷമാണ് കൊടുക്കുക? അതിനുവേണ്ടി SFIക്കാരുടെ പ്രകടനമുണ്ട്, പ്രതിഷേധമുണ്ട്. സാർ, യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ താമസിക്കേണ്ട, ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് വെസ്റ്റിലുള്ള ഗസ്റ്റ് ഹൗസ് താമസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ? എന്നാൽ അതൊന്ന് കാണട്ടെ, ഞാൻ ഇറങ്ങും. ഞാൻ നേരെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. ഇന്ന് വൈകുന്നേരം വരികയാണ്. SFIക്കാർ സാധാ നിലയിലുള്ള പ്രതിഷേധം നടത്തും. അതിലപ്പുറം ഒന്നും ഉണ്ടാവില്ല. അതിനുള്ള അധികാരം അവർക്കില്ലേ? അതിനുള്ള അവസരം ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? 1970 രൂപം കൊണ്ട SFI 1980 വരെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊന്നുമല്ല ഭരിക്കുന്നത്. ആരുടെയും ഒത്താശയിലല്ല, കാരുണ്യത്തിലല്ല, തണലിലല്ല ആ സംഘടന വളർന്നത്. അതിൻ്റെ ഇടയിൽ 34 ധീരരായ രക്തസാക്ഷികൾ ആ സംഘടനയ്ക്ക് സംഭാവന ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കുരുന്ന് ഹൃദയങ്ങൾ. SFI രൂപം കൊള്ളുന്നതിന് മുമ്പ് കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ KSF ഈ അധ്യാപക സംഘടനകൾക്ക് വേണ്ടി ശമ്പളം നേരെ ചൊവ്വേ കിട്ടിയിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള ഫീസായിരുന്നു. 68 സഖാവ് EMS ഭരിക്കുന്ന സമയത്താണ് കൊല്ലം ഫാത്തിമ കോളേജ് സമരം. EMSൻ്റെ പോലീസ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഏത് രൂപത്തിലുള്ള ലാത്തി ചാർജാണ് അന്ന് നടത്തിയത്? മാനേജ്മെൻറ്റിന് മുൻതൂക്കം കിട്ടത്തക്ക രൂപത്തിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അംഗമായ ബെഞ്ചിൻ്റെ വിധിക്കെതിരായി 1969 നവംബർ മാസം 21-ാം തീയതി എൻ്റെ കൂടി നേതൃത്വത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് തലശ്ശേരി കോടതിക്ക് മുമ്പിലുള്ള പ്രക്ഷോഭം. കോടതി സ്തംഭിപ്പിച്ചു. EMS ഭരിക്കുക. CRPCക്കാർ കംപ്ലീറ്റ് ഈ കുട്ടികളെ വലിച്ചെടുത്തിട്ട് കടലിലേക്ക് എറിയുകയാണ്. ആ കടലിൽ വീണ കുട്ടികളെ എല്ലാം രക്ഷിച്ചത് അന്ന് KSFൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന, പിന്നീട് CPMൻ്റെ ഏരിയ സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ വന്നിട്ടാണ് ഈ പിള്ളേരെയൊക്കെ രക്ഷപ്പെടുത്തുന്നത്. ഞാൻ ഇന്നും ഓർക്കണം ആരെങ്കിലും. അതിൻ്റെ തുടർച്ചയാണ് SFI. ഇവിടെ EMS ഭരിക്കുന്ന സമയത്ത്, നായനാർ ഭരിക്കുന്ന സമയത്ത്, VS ഭരിക്കുന്ന സമയത്ത് അവർ സമരം നടത്തിയിട്ടുണ്ട്. രാം ദുലാരി സിൻഹ എന്ന് പറയുന്ന ഗവർണർക്കെതിരായി കരിക്കോട് കാട്ടിയിട്ടുണ്ട് SFI. ആ സംഘടനയെ സമരം നടത്താൻ പാടില്ല, ഇതെല്ലാം റൗഡികളാണ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഗവർണറെ, അവരൊക്കെ ഒരു പ്രതിബദ്ധതയുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട ഗവർണർ 8 രാഷ്ട്രീയ പാർട്ടികളിൽ കൂടിയിട്ടാണ് ഇപ്പോൾ അവസാനം BJPയിലേക്ക് എത്തിയത്. 1980 ഇദ്ദേഹം ലോകസഭയിലുള്ള സമയത്ത് ഞാനുണ്ടെന്ന് SFIൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ ഞാൻ. അന്നത്തെ പാർട്ടിയിലാണോ ഇപ്പോൾ ഉള്ളത്? ആ പാരമ്പര്യമൊന്നും ഞങ്ങൾക്കില്ല. ഒരാദർശത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അതിൽ തന്നെ നിൽക്കും. മാറി മാറി ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ രാഷ്ട്രീയ പാരമ്പര്യം ഞങ്ങൾക്കില്ല. ഡൽഹിയിൽ പോയി RSSൻ്റെ കോൺക്ലേവിൽ പ്രസംഗിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ട്. RSSൻ്റെ സഹായം പറ്റുകയാണ്. ഇനി ഞാൻ പോകുന്നത് മറ്റൊരു RSSൻ്റെ പരിപാടിയിലാണ്. നിങ്ങളുടെ സഹായം വേണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം.
അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആദ്യം പറഞ്ഞത് ഇതുപോലെ നാറിയിട്ടുള്ള ഒരു ഗവർണർ. അദ്ദേഹം ഭരണഘടന തത്വങ്ങൾ അദ്ദേഹത്തിന് ബാധകമേ അല്ല. ഒരു നിയമസഭ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾ 200 പ്രകാരം 3 ഓപ്ഷനാണുള്ളത്. സുപ്രീം കോടതി പറഞ്ഞല്ലോ, 2 കൊല്ലം എന്തിനു പിടിച്ചു വെച്ചു? നിങ്ങൾക്കതിനുള്ള അധികാരം എന്താണ്? ഇപ്പം 2 കൊല്ലം കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 3 കൊല്ലം കഴിഞ്ഞാലും ഇതേ സ്ഥിതിയാണെന്ന് വിചാരിക്കുക, 4 കൊല്ലം കഴിഞ്ഞാലും ഇതേ സ്ഥിതിയാണെന്ന് വിചാരിക്കുക, 5 കൊല്ലം ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്നത് വരെ ഈ സ്ഥിതിയാണെങ്കിൽ എന്തിന് ഈ സഭയെ നിയമനിർമ്മാണ സഭ എന്ന് പറയും? നിയമമുണ്ടാക്കാനുള്ള ഈ നിയമസഭയെ ഈ രൂപത്തിലാണ് ആക്കുന്നതെങ്കിൽ ഇതിനെ എങ്ങനെ നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ എന്ന് നാമകരണം ചെയ്യാൻ പറ്റും? ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോമിനി സാധാരണ നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് വിധേയമാണ്. അതാണ് ഇവിടെയുള്ള 21 ഗവർണർമാർ കാട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്കല്ലാതെ അദ്ദേഹത്തോട് വ്യക്തിപരമായി യാതൊരു ആക്ഷേപവുമില്ല. ഗവർണർ പദവിയെയും ആ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഉൽപ്പന്നമായ ചാൻസലർ പദവിയെയും ഭരണഘടനാ വിരുദ്ധമായ രൂപത്തിൽ ഉപയോഗിക്കുന്നു. അത് ഗവർണർ ചെയ്യാൻ പാടില്ല. ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ രോഷം ആളിക്കത്തും. ഈ സന്ദേശമാണ് കേരളത്തിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കേരളത്തിലെ അധ്യാപകരും NGOമാരും പൊതുസമൂഹവും ബഹുമാനപ്പെട്ട ഗവർണറോട് അഭ്യർത്ഥിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംയുക്ത ധർണ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. രാജ്ഭവനിലേക്ക് കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും ഈ സമരം നടത്താനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചെല്ലാം ഉദ്ഘാടകൻ സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സവിശേഷത നമ്മുടെ രാജ്യവും ലോകവും അംഗീകരിക്കുന്നതാണ്. കേരളം ഇന്ന് നമ്മുടെ രാജ്യത്തെ മതസൗഹാർദ്ദവും സാഹോദര്യവും പുലരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ലോകമെങ്ങും കേരളത്തിൻ്റെ ഖ്യാതി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ കേരളത്തിൽ നിലനിൽക്കുന്ന സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ രാജ്യം ഭരിക്കുന്ന BJP ഗവർണറിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഷേധമാണ് ഇന്ന് ജീവനക്കാരും അധ്യാപകരും ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം സംഘപരിവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയ കാലം മുതലുള്ളതാണ്. 2014 അവർക്ക് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ കിട്ടിയ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് കാവ്യവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. 2020 നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റ് കാണുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ നടപ്പിലാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ നടപ്പിലാക്കൽ ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത് പോലെ കേരളത്തിൽ അവർക്ക് നടപ്പിലാക്കാനാവുന്നില്ല. കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ UAE അദ്ദേഹത്തിൻ്റെ ഒരു യോഗത്തിൽ പറഞ്ഞു, കേരളത്തിൽ NEP നടപ്പിലാക്കാൻ ഞങ്ങൾ കഴിയുന്നില്ല.